അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നേരത്തെ മുആവിയയുടെ കാലഘട്ടത്തിൽ തന്നെ മകൻ യസീദിന് വേണ്ടി മുസ്ലിം ലോകത്ത് നിന്ന് ബൈഅത്ത് സ്വീകരിച്ച കാര്യം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. മുആവിയത്ത് ബിൻ അബി സുഫിയാൻ ഒന്നാം ഉമവി ഖലീഫ മരിക്കുന്ന സന്ദർഭത്തിൽ മകൻ യസീദ് സിറിയയിൽ ദമസ്കസിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു സൈന്യവുമായി പുറം നാട്ടിലായിരുന്നു. പിതാവിൻ്റെ മരണം അറിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഡമസ്കസിലെത്തി അധികാരം ഏറ്റു. ഇത് നേരത്തെ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു ഭരണം ഒഴിഞ്ഞു കൊടുത്തപ്പോൾ ഉണ്ടായ കരാറിന് നിബന്ധനകൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഹിജാസിലെ ആളുകൾ, മക്കയിലെയും മദീനയിലെയും ആളുകൾ യസീദിന് ബൈഅത്ത് ചെയ്യാൻ തയ്യാറായില്ല. അവരുടെ നേതാവ് അബ്ദുല്ലാഹിബിൻ സുബൈർ ആയിരുന്നു. അദ്ദേഹം മക്ക, മദീന ഒക്കെ കേന്ദ്രീകരിച്ച് ഹിജാസിൽ ഖലീഫയായി സ്വയം പ്രഖ്യാപിക്കുകയും അവിടുത്തെ ആളുകൾ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഉമവികളെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളൊക്കെ തന്നെയും യസീദിനെ ഖലീഫയായി അംഗീകരിക്കുകയും ചെയ്തു. അബ്ദുല്ലാഹിബിൻ സുബൈറിനെ നേരിടാൻ വേണ്ടി യസീദ് ബിൻ അബി സുഫിയാൻ ഭരണം ഏറ്റെടുത്ത് അധികം വൈകാതെ തന്നെ സൈന്യങ്ങളെ അയക്കുന്നുണ്ട് മദീനയിലേക്ക്. മദീന അദ്ദേഹം ഉപരോധിക്കുന്നുണ്ട്. അവിടെ ചില അദ്ദേഹത്തിന്റെ സൈന്യങ്ങൾ അവിടെ ചില അതിക്രമങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല, അബ്ദുല്ലാഹിബിൻ സുബൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തി അസ്മാഇന്റെ മകനാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ പേരമകനാണ്. അപ്പൊ അദ്ദേഹം മക്ക കേന്ദ്രീകരിച്ചാണ് ഭരണം നടത്തുന്നത്. അദ്ദേഹത്തെ പിടികൂടാനും നേരിടാനുമായി സൈന്യത്തെ യസീദ് മക്കയിലേക്ക് അയക്കുകയും മക്കയിൽ ഹറമിന്റെ ഉള്ളിൽ തമ്പടിച്ചിരുന്ന അബ്ദുല്ലാഹിബിൻ സുബൈറിന്റെ സൈന്യത്തെ നേരിടാൻ വേണ്ടി പീരങ്കി പ്രയോഗങ്ങൾ നടത്തുകയും അങ്ങനെ കഅബക്ക് കേടുപാടുകൾ സംഭവിക്കുകയൊക്കെ ചെയ്ത ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മക്കയും മദീനയും ചരിത്രത്തിൽ നേരത്തെ കണ്ടിട്ടില്ലാത്ത ചില അതിക്രമങ്ങൾക്ക് യസീദിന്റെ കാലഘട്ടത്തിൽ വിധേയമായി എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. യസീദ് ഭരണമേറ്റെടുത്തതിന് ശേഷം വലിയ സൈനിക മുന്നേറ്റങ്ങളോ അതല്ലെങ്കിൽ പുതിയ പ്രദേശങ്ങൾ ഇസ്ലാമിലേക്ക് കൂട്ടിച്ചേർക്കലോ ഉണ്ടായിട്ടില്ല. മറിച്ച് ഇസ്ലാമിക സാമ്രാജ്യത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഖലീഫയായത് അംഗീകരിക്കാത്ത ആളുകളെ അംഗീകരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടന്നത്. അതിൽ എടുത്തു പറയേണ്ട, ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭവമാണ് കർബല. ഹിജറ 61 കൊല്ലം നടന്ന കർബല യുദ്ധം. അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, മുആവിയത്ത് ബിൻ അബി സുഫിയാൻ മരിച്ചതിന് ശേഷം നേരത്തെയുള്ള കരാർ അനുസരിച്ച് മുസ്ലിങ്ങൾ കൂടിയാലോചിച്ച് വേണം ഖലീഫയെ തിരഞ്ഞെടുക്കാൻ. ഹസൻ ബിൻ അലി 10 വർഷങ്ങൾക്കും മരിച്ചുപോയി. അതിനാൽ ഇനി മുസ്ലിങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ ഹുസൈൻ ബിൻ അലിയാണ്. അലി ബിൻ അബി താലിബിന്റെ രണ്ടാമത്തെ മകൻ, ഹസൻ ബിൻ അലിയുടെ സഹോദരൻ, ഫാത്തിമ ബീവിയുടെ രണ്ടാമത്തെ പുത്രൻ ഹുസൈൻ ബിൻ അലിയാണ് എന്ന് വാദിച്ചിരുന്ന അഭിപ്രായമുള്ള നല്ല ശതമാനം ആളുകൾ ഇറാഖിലുണ്ടായിരുന്നു, പ്രത്യേകിച്ച് കൂഫയിലും ബസ്രയിലും. അലി ബിൻ അബി താലിബിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾ ധാരാളമായി താമസിച്ചിരുന്നത് ഇറാഖിലെ കൂഫയിലും ബസ്രയിലുമായിരുന്നു. ഹുസൈൻ ബിൻ അലി മദീനയിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തോട് കൂഫയിലേക്ക് വരാനും നിങ്ങൾ വരുന്ന പക്ഷം ആവശ്യമായ എല്ലാ പിന്തുണയും സൈനിക സഹായം ചെയ്യാൻ കൂഫയിലെയും ബസ്രയിലെയും ആളുകൾ തയ്യാറാണ് എന്ന് അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തു. മദീനയിൽ നിന്ന് ഇവരുടെ നിർദ്ദേശപ്രകാരം നിരന്തരം ഇവർ കത്തയക്കുകയാണ് ഹുസൈൻ ബിൻ അലിക്ക്, അദ്ദേഹം മദീനയിൽ നിന്ന് ഇറാഖിലേക്ക് വരാൻ, എന്നിട്ട് മുസ്ലിങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ. അന്യായമായി ഭരണം പിടിച്ചടക്കിയ യസീദിനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ഹുസൈൻ ബിൻ അലി അന്ന് ജീവിച്ചിരിപ്പുള്ള പ്രമുഖരായ ആളുകളൊക്കെ കൂടിയാലോചന നടത്തുന്നുണ്ട്. അതിൽ അബ്ദുല്ലാഹിബിൻ സുബൈറിനോട് കൂടിയാലോചിക്കുന്നുണ്ട്. അബ്ദുല്ലാഹിബിൻ സുബൈർ ഖലീഫയായി പ്രഖ്യാപിക്കുന്നതും അതേപോലെ മക്ക മദീന കേന്ദ്രമായി ഭരണം നടത്തുന്നതും യസീദ് ബിൻ അബി സുഫിയാൻ അദ്ദേഹത്തെ നേരിടാൻ വേണ്ടി സൈന്യത്തെ അയക്കുന്നതും ഒക്കെ തന്നെയും ഹിജറ 61 ഈ പറഞ്ഞ കർബല യുദ്ധത്തിന് ശേഷമാണ്. ഹുസൈൻ ബിൻ അലി ഉള്ള സന്ദർഭത്തിൽ അബ്ദുല്ലാഹിബിൻ സുബൈർ ഖിലാഫത്ത് വാദം ഉന്നയിച്ചിട്ടില്ല. മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ഒക്കെ താങ്കളുടെ പിതാവായ അലി ബിൻ അബി താലിബിനോട് കൂഫക്കാർ ചെയ്ത അന്യായങ്ങൾ ഇന്നതൊക്കെയാണെന്ന് എണ്ണി പറയുകയും അതുകൊണ്ട് അവരുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ
അവരൊരു പക്ഷേ പാലം പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും ഇവരുടെ നിരന്തരമായ ക്ഷണപ്രകാരം അദ്ദേഹം പോകാൻ തീരുമാനിക്കുന്നു. ചില ദൂതന്മാരെ ഇവരുടെ അടുക്കിലേക്ക് പറഞ്ഞയക്കുന്നു. ആ ദൂതന്മാരെ യസീദിന്റെ സൈന്യം വധിക്കുന്നു. കൂഫക്കാർ അവരെ സഹായിക്കാതിരിക്കുന്നു. ഈ സംഭവങ്ങളൊക്കെ, ദൂതന്മാരെ വധിച്ചതും മറ്റു കാര്യങ്ങളൊക്കെ ഹുസൈൻ ബിൻ അലി അറിയുന്നത് മദീനയിൽ നിന്ന് അദ്ദേഹം കൂഫയിലേക്ക് യാത്ര പുറപ്പെട്ടതിന് ശേഷമാണ്. യസീദ് ബിൻ അബി സുഫിയാൻ ഭരിക്കുന്ന സന്ദർഭത്തിൽ ഇറാഖിലെ ഗവർണർ ഉബൈദുല്ലാഹി ബിൻ സിയാദാണ്. സിയാദ് ബിനു അബീഹി എന്ന പേരിൽ അറിയപ്പെട്ട പ്രഗത്ഭനായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, ഒരു ഗവർണർ ഉണ്ടായിരുന്നു. മുആവിയത്ത് ബിൻ അബി സുഫിയാന്റെ കാലത്ത് അദ്ദേഹമായിരുന്നു ഇറാഖിലെ ഗവർണർ. അദ്ദേഹത്തിന്റെ മകനാണ് ഉബൈദുല്ലാഹി ബിൻ സിയാദ്. ഉബൈദുല്ലാഹി ബിൻ സിയാദ് ഹുസൈൻ ബിൻ അലി അധികാരം പിടിച്ചടക്കാൻ, അതല്ലെങ്കിൽ കൂഫക്കാരുടെ നേതൃത്വം ഏറ്റെടുക്കാൻ മദീനയിൽ നിന്ന് അദ്ദേഹം വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ തടുക്കാൻ വേണ്ടി സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉമർ ബിൻ സഅദിനെ നിശ്ചയിക്കാൻ. അങ്ങനെ ഉമർ ബിൻ സഅദിന്റെ നേതൃത്വത്തിലുള്ള 3000-4000 വരുന്ന കുതിരപ്പട അടങ്ങിയ വലിയ കുതിരപ്പട അടങ്ങിയ സൈന്യം കേവലം 70 ചില്ലാനം ആളുകൾ മാത്രമുള്ള ഹുസൈൻ ബിൻ അലിയുടെ സംഘത്തെ നേരിടുകയാണ്. ഹുസൈൻ ബിൻ അലി, അദ്ദേഹത്തിന്റെ ഭാര്യമാര്, മക്കള്, കുടുംബാംഗങ്ങൾ മാത്രം, അങ്ങനെയുള്ള ഒരു സംഘം, 70ഓളം വരുന്ന സംഘമാണ് മദീനയിൽ നിന്ന് കൂഫയിലേക്ക് പുറപ്പെടുന്നത്. കൂഫയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂഫക്കാരുടെ സഹായം ഉണ്ടാകും. കൂഫക്കാർ നിരന്തരം കത്തയച്ചതിന്റെ ഫലമായിട്ടാണ് ഇദ്ദേഹം മദീനയിൽ നിന്ന് പുറപ്പെടുന്നതും. അപ്പോൾ കൂഫയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൂഫക്കാർ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകും. അങ്ങനെ അവരുടെ സഹായത്തോടു കൂടെ ഭരണം ഏറ്റെടുക്കുകയോ അതല്ലെങ്കിൽ യസീദ് അധികാരം കൈയാളുന്നത് നേരത്തെയുള്ള കരാറിന് വിരുദ്ധമാണ് എന്ന കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയോ ചെയ്യാം എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഹുസൈൻ ബിൻ അലി പുറപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഉബൈദുല്ലാഹി ബിൻ സിയാദിന്റെ സൈന്യം ഉമർ ബിൻ സഅദ് ബിൻ അബി വക്കാസിന്റെ നേതൃത്വത്തിൽ ഹുസൈൻ ബിൻ അലിയെ തടയാൻ ബാഗ്ദാദിനടുത്തുള്ള കർബല എന്ന സ്ഥലത്ത് വെച്ച് കുറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനാണ്. സൈന്യത്തിൽ തന്നെ നല്ല ശതമാനം ആളുകൾക്ക് അദ്ദേഹവുമായി ഏറ്റുമുട്ടിയതിന് താല്പര്യമുണ്ടായിരുന്നില്ല. സൈന്യാധിപനായ ഉമർ ബിൻ സഅദ് ബിൻ അബി വക്കാസിന് പോലും അതിൽ താല്പര്യമില്ല എന്ന് പറയപ്പെടുന്നു. ഖലീഫ യസീദ് പോലും ഇഷ്ടപ്പെടാത്ത ഒരു പ്രവർത്തനമായിരുന്നു ഇദ്ദേഹവുമായുള്ള, ഹുസൈൻ ബിൻ അലിയുമായുള്ള നേരിട്ട് ഏറ്റുമുട്ടൽ എന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരന്മാരുണ്ട്. ഏതായാലും സൈന്യത്തിലെ ചില ആളുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇവരുമായി ഏറ്റുമുട്ടൽ നടക്കുകയാണ്. അപ്പൊ ഏറ്റുമുട്ടൽ നടക്കുന്നതിന് മുമ്പ് ഹുസൈൻ ബിൻ അലി 2-3 നിബന്ധനകൾ വെക്കുന്നുണ്ട്. ഒന്നുകിൽ എനിക്ക് യസീദിനെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം നൽകണം, ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാനുണ്ട്. അതല്ലെങ്കിൽ മറ്റു അനർവി പ്രദേശങ്ങളിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന സൈന്യത്തിൽ ചെന്ന് ചേരാൻ എനിക്ക് അനുമതി തരണം. അതിനും തയ്യാറല്ലെങ്കിൽ ഞാൻ വന്ന വഴിക്ക് മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ എനിക്ക് അനുമതി തരണം സൈന്യാധിപരോട്. കാരണം നേർക്കുനേരുള്ള ഏറ്റുമുട്ടൽ വിജയിക്കുക, ഇവർ 70ഓളം വരുന്ന സാധാരണക്കാരായ ആളുകളാണ്. അവരെ നേരിടാനുള്ളതോ 3000-4000 വരുന്ന, അതിൽ തന്നെയും വലിയ കുതിരപ്പട ഒക്കെ ഉൾക്കൊള്ളുന്ന വലിയൊരു സൈന്യമാണ്. ഒരു നിലക്കും നേരിടാൻ കഴിയാത്ത ഒരു സാഹചര്യവും പരിതസ്ഥിതിയുമാണുള്ളത്. ഏതായാലും ഇവിടെ ചർച്ചകൾ വഴിമുട്ടി. ഈ 3 നിബന്ധനകളും അംഗീകരിക്കാൻ ഉമർ ബിൻ സഅദ് ബിൻ അബി വക്കാസ് തയ്യാറായില്ല. അവസാനം ഇവർ തമ്മിൽ യുദ്ധമുണ്ടാവുകയും ഹുസൈൻ ബിൻ അലിയുടെ കുടുംബത്തിൽപ്പെട്ട ഒട്ടുമിക്ക ആളുകളും ഉബൈദുല്ലാഹി ബിൻ സിയാദിന്റെ ഉമർ ബിൻ സഅദ് ബിൻ അബി വക്കാസിന്റെ നേതൃത്വത്തിലുള്ള സൈന്യവുമായി ഏറ്റുമുട്ടുകയും അവരെല്ലാവരും വീരമരണം പ്രാപിക്കുകയും ചെയ്തു. ഹുസൈൻ ബിൻ അലിയും കൊല്ലപ്പെട്ടു. ആ സംഭവമാണ് ചരിത്രത്തിൽ കർബല എന്ന പേരിൽ, മഅറക്കത്തു കർബല എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് മുസ്ലിം ലോകം 2 വിഭാഗമായി, ഷിയ സുന്നി എന്നീ 2 പ്രബല വിഭാഗങ്ങളായി വിഭാഗിക്കപ്പെടാനുള്ള അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഈ കർബല യുദ്ധമാണ്. ആലുൽ ബൈത്തിൽപ്പെട്ട പ്രവാചകന്റെ പേരമകനെ നിർദാക്ഷിണ്യം വധിക്കുകയും അതേപോലെ തന്നെ ശിരസ് ഛേദിക്കുകയും ഒക്കെ ചെയ്ത നിഷ്ഠൂരമായ സംഭവം,
അതിനെ വികാര നിർഭരമായി മുസ്ലിങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുകയും അങ്ങനെ നല്ലൊരു ശതമാനം മുസ്ലിങ്ങളെ അമവികൾക്കെതിരിൽ തിരിച്ചുവിടുകയും ഒക്കെ ചെയ്യാൻ ഈ സംഭവം നിമിത്തമായി. ഇതൊരു ചരിത്രത്തിൽ കറുത്ത അധ്യായമായി രേഖപ്പെടുത്തപ്പെടുന്ന സംഭവമാണ്. അത് നടന്നത് ഹിജറ 61 മുഹറം 10 ഈ വിവരം അറിഞ്ഞ് ഖലീഫ യസീദ് ബിൻ അബി സുഫിയാൻ അങ്ങേറ്റം ദുഃഖിക്കുകയും വേദനിക്കുകയും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഹാജരാക്കിയ ഹുസൈൻ ബിൻ അലിയുടെ ശേഷിക്കുന്ന കുടുംബാംഗങ്ങളെ മാന്യമായി അദ്ദേഹം സ്വീകരിക്കുകയും സന്തോഷത്തോടുകൂടെ പട്ടാളക്കാരുടെ കാവലോടുകൂടെ അവരെ സുരക്ഷിതരായി മദീനയ്ക്ക് അയക്കുകയും അവർക്ക് വേണ്ട എല്ലാ സാമ്പത്തിക സഹായങ്ങളുമൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിച്ച് എടുക്കാൻ സാധിക്കും. ഏതായാലും യസീദ് ബിൻ അബി സുഫിയാൻ ഈ രണ്ട് സംഭവങ്ങൾ, ഹിജാസ് വളഞ്ഞത്, അതേപോലെ മക്ക മദീനയുമായി യുദ്ധത്തിലേർപ്പെട്ടത്, അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ ഹുസൈൻ ബിൻ അലിയെ കർബലയിൽ വെച്ച് വധിച്ചത്, ഈ രണ്ട് സംഭവങ്ങൾ 4 വർഷം നീണ്ടുനിന്ന യസീദ് ബിൻ അബി സുഫിയാന്റെ ഭരണത്തിൽ കറുത്ത അധ്യായങ്ങളായി രേഖപ്പെടുത്തപ്പെടുന്ന സംഭവങ്ങളാണ്. അതോടൊപ്പം തന്നെ യസീദ് ബിൻ അബി സുഫിയാൻ ചില പ്രദേശങ്ങളിലേക്കൊക്കെ സൈനിക നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ കാര്യമായ വിജയങ്ങളോ മറ്റോ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ അവകാശപ്പെടാനില്ല. പിന്നീട് അദ്ദേഹം തൻ്റെ ശേഷം ഭരണാധികാരിയായി തൻ്റെ മകൻ മുആവിയത്ത് ബിൻ യസീദിനെ അദ്ദേഹം നിശ്ചയിക്കുകയാണ്. ഭരണാധികാരി അദ്ദേഹം വലിയുൽ അഹദായി, കിരീടാവകാശിയായി അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. യസീദ് മരണമടഞ്ഞതിന് ശേഷം മുആവിയത്ത് ബിൻ യസീദ് 3ാം ഖലീഫയായി സ്ഥാനമേൽക്കുന്നു. അദ്ദേഹം കേവലം 22 വയസ്സ് പ്രായമുള്ള വളരെ പ്രായം കുറഞ്ഞൊരു കുട്ടിയാണ്. അദ്ദേഹം ഖലീഫയായി സ്ഥാനം ഏറ്റെടുത്തെങ്കിലും ഭരണനിർവഹണത്തിൽ തൽപരനായിരുന്നില്ല. തന്റെ വീട് വിട്ട് പുറത്തിറങ്ങാനും അദ്ദേഹം തയ്യാറായില്ല. 40 ദിവസം അധികാരം ഏറ്റെടുത്തതിന് ശേഷം 40 ദിവസത്തോളം അദ്ദേഹം തന്റെ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി രോഗബാധിതനായി 23 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പേ അദ്ദേഹം മരണമടയുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹം 40 ദിവസം മാത്രമേ ഭരണാധികാരി ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ രോഗം കണ്ട് അടുത്ത ഖലീഫയെ നിശ്ചയിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ അധികാരത്തിന്റെ മധുരിമ ഞാൻ നുകർന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ എൻ്റെ കാലശേഷം അതിൻ്റെ കയ്പ് ചുമക്കാനും ഞാൻ തയ്യാറല്ല, അതുകൊണ്ട് എനിക്ക് ശേഷം ആരായിരിക്കണം ഭരണാധികാരി എന്ന് നിശ്ചയിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുകയും 40 ദിവസമായപ്പോഴേക്ക് അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്യാണ്. ആ ഘട്ടത്തിൽ പിന്നെ എന്തായിരിക്കണം, ആരായിരിക്കണം മുസ്ലിങ്ങളുടെ ഖലീഫ എന്ന ചർച്ച സജീവമായി. നേരത്തെ യസീദ് മക്കയിലേക്ക് പറഞ്ഞയച്ച, ഹിജാസിലേക്ക് പറഞ്ഞയച്ച സൈന്യം അവിടെ അബ്ദുല്ലാഹിബിൻ സുബൈറുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇവിടെ യസീദ് മരിക്കുന്നത്. യസീദ് മരിച്ചു എന്ന വിവരം അറിഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബിൻ സുബൈറുമായി സംഘടനത്തിലേർപ്പെട്ട സൈന്യം തിരിച്ച് ഷാമിലേക്ക് തന്നെ, ഡമസ്കസിലേക്ക് തന്നെ തിരിച്ചു പോരാൻ. അതോടുകൂടെ അബ്ദുല്ലാഹിബിൻ സുബൈർ അവിടെ സ്വതന്ത്രനായ ഭരണാധികാരിയാകുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരത്തെ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ ഭരണാധികാരിയാവാൻ നാമനിർദ്ദേശം ചെയ്തിരുന്ന 6 ആളുകളിൽ ഒരാളാണ് അബ്ദുല്ലാഹിബിൻ സുബൈർ എന്ന നിലക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാൻ അമവികളിൽപ്പെട്ട കുറെ ആളുകൾ തയ്യാറായി. ഈ 4ാമത്തെ ഖലീഫയായി വരാൻ പോകുന്ന മർവാൻ ഇബ്നുൽ ഹക്കം പോലും മദീനയിലേക്ക് പോയി മക്കയിലേക്ക് ചെന്ന്, ഹിജാസിലേക്ക് ചെന്ന് അബ്ദുല്ലാഹിബിൻ സുബൈറിന് ബയ്യത്ത് ചെയ്യാൻ മനസ്സാ തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു എന്നാണ്. ഇറാഖിലെ ജനങ്ങളും സിറിയയിലെ നല്ലൊരു ശതമാനം ആളുകളും അബ്ദുല്ലാഹിബിൻ സുബൈറിനെ ഖലീഫയെ അംഗീകരിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. അപ്പൊ ആ ഘട്ടത്തിലാണ് ഉബൈദുല്ലാഹിബിൻ സിയാദ്, നേരത്തെ കർബലയിലേക്ക് സൈന്യത്തെ പറഞ്ഞയച്ച ഉബൈദുല്ലാഹിബിൻ സിയാദും അതേപോലെ തന്നെ അമവികളുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന വേറെ ചില പ്രമുഖരും ഉടനെ ഡമസ്കസിലേക്ക് പാഞ്ഞെത്തുകയും എന്നിട്ട് ഉമവി കുടുംബത്തിലെ അന്നത്തെ കാരണവരായ മർവാൻ ഇബ്നുൽ ഹക്കമിനെ ഭരണാധികാരിയായി നാമനിർദ്ദേശം ചെയ്യുകയാണ്. മർവാൻ ഇബ്നുൽ ഹക്കമും നേരത്തെ പറഞ്ഞ രൂപത്തിൽ മുആവിയ അധികാരത്തിന് വേണ്ടി നാമനിർദ്ദേശം ചെയ്തവരിൽ ഒരു വ്യക്തിയാണല്ലോ. അങ്ങനെ മർവാൻ ഇബ്നുൽ ഹക്കം അധികാരം ഏൽക്കുന്നു.
അദ്ദേഹം കാര്യമായ സൈനിക നീക്കങ്ങളൊന്നും നടത്തിയില്ല. അബ്ദുല്ലാഹിബിൻ സുബൈറിനോട് എതിരിടാൻ വേണ്ടി അദ്ദേഹം സൈന്യത്തെ അയച്ചെങ്കിലും കാര്യമായ റിസൾട്ട് ഒന്നും ആ നീക്കത്തിൽ ഉണ്ടായില്ല. അദ്ദേഹം കേവലം 1 വർഷം മാത്രമാണ് ഭരണം നടത്തിയത്. എന്നിട്ട് തൻ്റെ കാലശേഷമുള്ള ഭരണാധികാരിയായി തൻ്റെ മൂത്ത പുത്രൻ അബ്ദുൽ മലിക് ബിൻ മർവാനെ അദ്ദേഹം വലിയുൽ അഹദായി കിരീടാവകാശിയായി നിശ്ചയിക്കുകയാണ്. അങ്ങനെ മർവാനുൽ ഹക്കമിന്റെ മരണത്തിന് ശേഷം അബ്ദുൽ മലിക് ബിൻ മർവാൻ 5ാമത്തെ ഉമവി ഖലീഫയായി അധികാരമേൽക്കുന്നു. ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഉമവി സാമ്രാജ്യത്തിന്റെ 2ാമത്തെ സ്ഥാപകനായി അൽ മുഅസ്സിസു സാനി ലിദ്ദൗലത്തിൽ ഉമവിയ്യ, 2ാം സ്ഥാപകനായി അറിയപ്പെടുന്നത് അബ്ദുൽ മലിക് ബിൻ മർവാനാണ്. കാരണം ഹിജാസ് കേന്ദ്രമാക്കി അബ്ദുല്ലാഹിബിൻ സുബൈർ ഭരണം നടത്തുന്നു. ഖവാരിജിയാക്കൾ ഉമവി ഭരണകൂടത്തിനെതിരിൽ ഇറാഖിൽ പടപ്പുറപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആലുൽ ബൈത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ ഉമവി ഭരണകൂടത്തിനെതിരുള്ള ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ അമവികളുടെ അറബീയത്തിനോടുള്ള പക്ഷപാതിത്വം സഹിക്കവയ്യാതെ അനർബികളായ കുറെ ആളുകൾ, പ്രത്യേകിച്ച് അടുത്ത കാലഘട്ടങ്ങളിൽ ഇസ്ലാമിലേക്ക് വന്ന മധ്യേഷ്യൻ രാജ്യങ്ങളിൽപ്പെട്ട അനർബികളായ മവാലി എന്ന പേരിൽ അറിയപ്പെട്ട ആളുകൾ, അവരും ചില വിമത ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. യമനിലും അതേപോലെ ചില നീക്കങ്ങൾ നടക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞ എല്ലാ വിഭാഗം ആളുകളെയും അടിച്ചമർത്തി ഇസ്ലാമിക സാമ്രാജ്യം സുസ്ഥിരമാക്കിയതും അമവിയ ഭരണം അരക്കിട്ടുറപ്പിച്ചതും അബ്ദുൽ മലിക് ബിൻ മർവാൻ ആയതിനാൽ അദ്ദേഹം 2ാമത്തെ അമവി ഭരണകൂടത്തിന്റെ സ്ഥാപകൻ എന്ന പേരിൽ അറിയപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെയുള്ള ഫിത്നകളൊക്കെ അമർച്ച ചെയ്യാൻ വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുത്ത സൈന്യാധിപൻ ഹജ്ജാജ് ബിൻ യൂസുഫ് ആയിരുന്നു. അദ്ദേഹം ഇറാഖിലെ ഗവർണറുമായിരുന്നു. അപ്പൊ ഇറാഖിലെ ഈ പറഞ്ഞ ഖവാരിജികളുടെയും അതേപോലെ അലവിയാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകളുടെയും പിൽക്കാലത്ത് ഷിയാക്കളായി രൂപപ്പെട്ട അവരുടെ മുൻഗാമികളായ ആളുകളെയും ഒക്കെ അദ്ദേഹം അവിടെ അമർച്ച ചെയ്തിട്ട് ഇറാഖിലെ ഭരണം പൂർണ്ണമായി അമവികൾക്ക് വിധേയപ്പെട്ടതാക്കി മാറ്റുകയാണ്. പിന്നീട് അതിനുശേഷം അബ്ദുല്ലാഹിബിൻ സുബൈറിനെ നേരിടാൻ വേണ്ടി അദ്ദേഹം വലിയ സൈന്യവുമായി ഹിജാസിലേക്ക് പുറപ്പെടുന്നു. അങ്ങനെ മക്കയിൽ വെച്ച് അബ്ദുല്ലാഹിബിൻ സുബൈറിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടുന്നു. ഘോരമായ യുദ്ധങ്ങൾക്കിടയിൽ അബ്ദുല്ലാഹിബിൻ സുബൈർ മരണമടയുന്നു, ഷഹീദാവുന്നു. അദ്ദേഹത്തിന്റെ സൈന്യം പരാജയപ്പെടുകയും അങ്ങനെ ഹിജാസ് പൂർണ്ണമായും അമവികൾക്ക് അധീനപ്പെടുകയും ചെയ്യുന്നു. മക്കയും മദീനയും അമവികൾക്ക് അധീനപ്പെട്ടതോടുകൂടെ പിന്നീട് മുസ്ലിം ലോകം ഒന്നടങ്കം ഈ ഉമവി ഭരണകൂടത്തെ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ 2 സൈന്യാധിപന്മാരാണ് കാര്യമായിട്ട് അബ്ദുൽ മലിക് ബിൻ മർവാൻ ഉണ്ടായിരുന്നത്. ഒന്ന് ഹജ്ജാജ് ബിൻ യൂസുഫ്, മറ്റൊന്ന് കുത്തൈബത്ത് ബിൻ മുസ്ലിം. ഈ 2 ആളുകൾ. അതോടൊപ്പം തന്നെ അബ്ദുൽ മലിക്കിന്റെ മകൻ മസ്ലമത്ത് ബിൻ അബ്ദുൽ മലിക്കും ഉണ്ട്. അപ്പൊ ഇവരുടെ നേതൃത്വത്തിൽ പല പ്രദേശങ്ങളിലേക്ക്, നേരത്തെ ഉത്തരാഫ്രിക്കൻ രാജ്യങ്ങൾ കീഴടക്കിയെങ്കിൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള മറ്റു പ്രദേശങ്ങൾ കീഴടക്കാൻ, അതേപോലെ അനാത്തോലിയയുടെ കുറെ ഭാഗങ്ങൾ കീഴടക്കാൻ, പിന്നെ മധ്യേഷ്യയിലെ നേരത്തെ വിജയിച്ചിറക്കിയ പ്രദേശങ്ങൾക്കപ്പുറമുള്ള മാവറ നെഹർ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീഹൂൻ, ഷീഹൂൻ എന്നീ 2 നദികൾക്കപ്പുറമുള്ള ട്രാൻസാക്സാനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂപ്രദേശങ്ങൾ കീഴടക്കാൻ വേണ്ടി ഇദ്ദേഹം സൈന്യത്തെ പറഞ്ഞയക്കുന്നു. അങ്ങനെ ആ പ്രദേശങ്ങളൊക്കെ മുസ്ലിങ്ങൾക്ക് അധീനപ്പെടുത്തി അബ്ദുൽ മലിക് മർവാൻ ഏകദേശം 15 വർഷത്തിലേറെ കാലം ഇസ്ലാമിക ലോകം ഭരിക്കുന്നു. തൻ്റെ ശേഷമുള്ള ഖലീഫയായി തൻ്റെ മൂത്രപുത്രൻ വലീദ് ബിൻ അബ്ദുൽ മലിക്കിനെ അദ്ദേഹം വലിയുൽ അഹദായി നാമനിർദ്ദേശം ചെയ്യുകയും മുസ്ലിം ലോകത്ത് പ്രത്യേകിച്ച് മക്ക, മദീന, ഇറാഖ്, സിറിയ മുതലായ പ്രദേശങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങി തൻ്റെ മകന് അദ്ദേഹം ബൈഅത്ത് വാങ്ങുകയും ചെയ്യുന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് മുസ്ലിങ്ങളുടെ ഖലീഫയായി തീരുന്നത് ഇദ്ദേഹത്തിൻ്റെ വിയോഗാനന്തരം മകൻ വലീദ് ബിൻ അബ്ദുൽ മലിക്കാണ്.